ഹായ്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ആദ്യമേ പറയാലോ, ഇന്ന് സത്യത്തിൽ ലോക കണ്ടപ്പോൾ ആദ്യം തോന്നിയത് എന്താണെന്ന് അറിയോ? അതായത് കോടികൾ മുടക്കി ഹിന്ദിയിൽ കഴിഞ്ഞ മാസം വാർ 2 എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഗെയിം പിടിച്ചു. ഇന്ന് മലയാളികൾ സ്ക്രീനിൽ വിസ്മയം സൃഷ്ടിച്ചു. അതിന് ആദ്യം ദുൽഖറിന് കൊടുക്കണം ഒരു കയ്യടി. കാരണം മമ്മൂട്ടി ആയാലും ഇപ്പോൾ ദാ ദുൽഖർ ആയാലും പടം വിജയിക്കോ ഇല്ലേ എന്നുള്ളതല്ല, മലയാളികൾക്ക് എന്നും പുതുമയും ലോക നിലവാരവും കാണിച്ചു തരും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ആർട്ടും ക്യാമറയും. ഇനി ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിനി ഭയക്കണം, നമ്മളറിയാതെ നമ്മോടൊപ്പം ഈ ലോകത്തിൽ വേറെയും ചിലരൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോമഡി ഷോകളിലൊക്കെ പറയുന്ന പോലെ യാതൊരു താല്പര്യവുമില്ലാതെ ഡയലോഗ് പറയണ ചെക്കൻ, അതായത് നെസ്ലിൻ വേറൊരു ഗെറ്റപ്പിലാണ് ഈ ചിത്രത്തിൽ വരുന്നത്. പക്ഷേ നെസ്ലിന്റെ ആ ഇന്നസെൻസി, അതിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കല്യാണി അമാനുഷികമായ പ്രകടനങ്ങളായിട്ട് എത്തുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇങ്ങനത്തെ പടങ്ങളിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ജെയ്ക്സ് ബിജോയ് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംവിധായകൻ ഡൊമിനിക് അരുണിന്റെ ബ്ലാക്ക് കോമഡി മൂവി തരംഗം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഈ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇനി കഥയെക്കുറിച്ച് പറയുമ്പോൾ ഫിക്ഷൻ കോമഡി ഡ്രാമ എന്ന രീതിയിലാണ് പടം ഇറക്കിയിരിക്കുന്നത്. ഇതൊരു സീരീസ് ആയതുകൊണ്ട് ക്ഷമിക്കാവുന്നതാണ്. എന്നാലും ആ കഥയിലേക്ക് എത്തിക്കാനായിട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ, അതിന് ഫസ്റ്റ് ഹാഫ് മൊത്തം ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്തു. പിന്നെ ചന്ദ്രയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടാണ് ഇന്റർവെല്ലിന് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല ഫാസ്റ്റ് ആയിട്ട് പോയി. ചാത്തന്മാരുടെയും യക്ഷികളുടെയും ഒരു സാമ്രാജ്യം, അതിനെ നയിക്കുന്ന ഒരു മൂത്തോൻ എന്ന് പറയുന്ന കഥാപാത്രം, അതാണ് കഥ. അതില് സാധാരണ മനുഷ്യരായിട്ടുള്ള 3 സുഹൃത്തുക്കൾ അവിചാരിതമായിട്ട് കടന്നു ചെല്ലുന്നു. പിന്നെ ഇവര് കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നം ഉടലെടുക്കുന്നു. അതോടെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ചാത്തന്മാരുടെയും യക്ഷികളുടെയും സംഘം നടത്തുന്ന ശ്രമങ്ങൾ, അതാണ് ചിത്രം. അതില് ഇടയ്ക്ക് ഒരൊറ്റ ഷോട്ടില് സൗബിനെയും ബാലു വർഗീസിനെയും കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് അടുത്ത ചാപ്റ്ററുകളിൽ മനസ്സിലാവുമായിരിക്കും. എന്തായാലും ഇതിൽ ആകെയുള്ള ഒരു കുറവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാവുന്നത് ഫൈറ്റ് സീനുകളാണ്. അതായത് കല്യാണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാം. ഫൈറ്റ് മാസ്റ്റർ നന്നായിട്ട് അത് ഡയറക്റ്റ് ചെയ്തു. പക്ഷേ അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്നതിൽ ഒരു 40% പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അത് എഡിറ്റിങ്ങിന്റെ കുഴപ്പമാണോ അതോ VFXന്റെ പോരായ്മയാണോ എന്ന് പറയാനൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തില്ല. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാംഗ്ലൂർ ലൈഫൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാന പോരായ്മ ഒരു ശക്തനായ വില്ലൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ആ വില്ലന്റെ പെർഫോമൻസ് അത്രയ്ക്ക് പോരാ എന്നുള്ളതാണ് പറയേണ്ടത്. അടുത്തതായിട്ട് പറയേണ്ടത് ടൊവിനോയ്ക്ക് എന്താണ് റോൾ എന്നുള്ളതാണ്. ഒരു നിർണായക ഘട്ടത്തിൽ അവതരിക്കുന്നു, അത്യാവശ്യം കോമഡി നിറഞ്ഞ രീതിയിൽ സ്വന്തം ഡ്യൂട്ടി ചെയ്യുന്നു, പോകുന്നു, ദാറ്റ്സ് ഓൾ. പിന്നെ നല്ല പാട്ടുകളും അതും എടുത്തു പറയണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവസാനം ദുൽഖറിന്റെയും സംവിധായകന്റെയും ഒക്കെ പേരെഴുതി കാണിക്കുമ്പോൾ ചാടി പുറത്തേക്ക് ഇറങ്ങി പോകരുത്. അവസാനം വരെ പടം കാണുക. ഏതായാലും ഒരു പ്രത്യേക അനുഭവം സമ്മാനിക്കുന്ന മലയാളത്തിലെ ഒരു ആദ്യ അറ്റംപ്റ്റ്, അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിന്നെ ഈ ഓണം ലോക ടീം കൊണ്ടുപോവോ എന്നൊക്കെ ചോദിച്ചാൽ ബാക്കി പടങ്ങളും കണ്ടിട്ട് പറയാം. അപ്പോൾ ബൈ ബൈ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.